ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയായും ടേസ്റ്റിയായും തയ്യാറാക്കാൻ പറ്റിയ എഗ് മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ എഗ് മസാല എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. നമുക്കിഷ്ടമുള്ള ഓയിൽ എടുക്കാം കേട്ടോ. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കനം കുറച്ചരിഞ്ഞ 3 സവാളയാണ്. ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടുവാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 അരിഞ്ഞെടുത്ത പച്ചമുളകാണ്. ഇത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്. ഇനി നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം വഴറ്റി ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് സവാള വഴറ്റിയെടുക്കണം. ഇനി സവാളയിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ്. മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചേർത്ത് കൊടുത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ട ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 7 തുടങ്ങി 10 മിനിറ്റ് വരെ അടച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതിൽ 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് അടപ്പ് മാറ്റിയിട്ട് ചെക്ക് ചെയ്യണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മുട്ടയെല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ മുട്ടയെല്ലാം മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 3-4 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞു. എഗ് മസാലയിലെ ജലാംശമെല്ലാം നന്നായി വറ്റി മുട്ടയെല്ലാം നന്നായി കുക്കായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. മുട്ട മസാലയിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഊണിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായ എഗ് മസാല റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.